ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുത്ത വീട്ടിലെ കൊച്ചിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, ക്യാമിലോട്ടിൽ വെച്ചിട്ട്. അപ്പം നമ്മൾ കല്യാണത്തിന് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. അതിനിടയ്ക്ക് കുറച്ച് വോയിസും പിന്നെ കുറച്ച് മ്യൂസിക്കുണ്ട്, പിന്നെ നാദസ്വരമുണ്ട് കല്യാണത്തിൻ്റെ. അപ്പോൾ അതെല്ലാം കൂടി ഉണ്ട് കേട്ടോ, വോയിസ് മാത്രമല്ല. അപ്പം നമ്മൾ കല്യാണത്തിൻ്റെ അകത്തേക്ക്, ആ ക്യാമിലോട്ടിൻ്റെ അകത്തേക്ക് കയറുവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഗണപതിയുടെ ഉണ്ടായിരുന്നു കുറേ, അതേ കണ്ടില്ലേ, നല്ല ഗണപതിയുടെ വിഗ്രഹമൊക്കെ അലങ്കരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണ വിശേഷങ്ങളിലേക്ക് പോകാവേ. തോണി നിൻപദം ഒന്നൊന്നായി നീങ്ങി തൊട്ടിന്നും പൊരുളും നിന്നിലും വൃക്ക് പോലുള്ള നിന്നിലാസ്കന്ധമാവണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിനോദനം. നീയല്ലോ മായയെനിക്ക് സായുജ്യം നൽകുമാരണം. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും. വേറല്ലോ അത് മൊഴിയുമോർക്കുകിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവർണ്ണ നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവാദിരാവണപരായണ. ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം.
കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് ഫ്യൂഷൻ വയലിൻ ഉണ്ട് കേട്ടോ, അത് നമുക്ക് കാണാവേ. അപ്പോൾ അവരതിൻ്റെ അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാദസ്വരം കഴിഞ്ഞിട്ടുള്ള ഫ്യൂഷൻ വയലിൻ കൂടെ കാണാം. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് അത് കേട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ സദ്യ കഴിക്കാനായിട്ട് സദ്യയുടെ ഹോളിലേക്ക് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പരിചയമുള്ള കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു സദ്യ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ നോക്കുവാണ് കേട്ടോ. സീറ്റ് ഉണ്ടായിരുന്നു അങ്ങേ അറ്റത്തായിട്ട് 2-3-4 സീറ്റ്, 3-4 അതിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ നോക്കി കണ്ടുപിടിച്ച് അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ കിട്ടി അവിടെ പോയിരുന്നു. നല്ല അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു. എല്ലാം കൂടെ ഞങ്ങൾ കഴിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല സൂപ്പർ ഊണായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ എല്ലാ കറികളും ഒക്കെ അടിപൊളി. 2 പപ്പടം ഉണ്ടായിരുന്നു, അതായിരുന്നു ഏറ്റവും സ്പെഷ്യൽ. വെച്ചാൽ നമുക്ക് സദ്യക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു പപ്പടം കിട്ടാറുള്ളൂ. ഇത് 2 പപ്പടം ഉണ്ടായിരുന്നു. നമുക്ക് പായസത്തിൻ്റെ കൂടെ കഴിക്കണ്ടേ പപ്പടം. അപ്പോൾ നമുക്ക് അറിയാവുന്നിടത്തു നിന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു പപ്പടം കൂടെ എക്സ്ട്രാ ചോദിക്കാം. പക്ഷേ ഇതറിയാൻ വയ്യാത്ത സ്ഥലത്ത് ഒരു പപ്പടം ചോദിക്കുന്നത് മോശമല്ലേ. സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വാതിക്കെ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സദ്യ കഴിക്കാനുള്ള തിരക്കൊക്കെ ആയി കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ വന്നിട്ട് അതിൻ്റെ കുറച്ച് പാർക്ക് ചെയ്ത സ്ഥലം, വണ്ടി എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പാർക്ക് ചെയ്ത സ്ഥലമൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കല്യാണ വിശേഷം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.